മല്ലപ്പള്ളിയുടെ വികസനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന പയ്യമ്പള്ളി ആർക്കേഡിന് നേതൃത്വം നൽകുന്ന എബിൻ പയ്യമ്പള്ളിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ബിസിനസ് വെഞ്ചറായ ഷോർമാൻ ഫിനാൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാമിലുള്ളത്. എബിൻ ബ്രോ, എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് വെഞ്ചേഴ്സിലേക്ക് വന്നത്? എന്തൊക്കെയാണ് ഇവിടുത്തെ ബിസിനസ് വെഞ്ചേഴ്സ് ആക്ടിവിറ്റീസ്? ഞാൻ എൻ്റെ ഡിഗ്രി എടുത്തതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമായിരുന്നു. 2017 മാർച്ചോടുകൂടിയാണ് നാട്ടിൽ വരുന്നത്. വന്നതിന് ശേഷം ഇവിടെ നമുക്ക് പാരമ്പര്യമായി കിട്ടിയ കുറേ സ്ഥലത്ത് ഞാനും എൻ്റെ പിതാവും കൂടെ ചേർന്ന് കെട്ടിടം പണിയുകയും അവിടെ മല്ലപ്പള്ളിയിലുള്ള കുറച്ച് ലീഡിങ് സ്ഥാപനങ്ങളുമായിട്ടുള്ള ടൈപ്പിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് അവരുടെ സ്ഥാപനം അലോക്കേറ്റ് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ആദ്യം നമ്മളുമായിട്ട് ടൈപ്പ് വന്നേക്കുന്നത് ജെ-മാർട്ട് സൂപ്പർ മാർക്കറ്റ്, മലപ്പള്ളിയിലെ ലീഡിങ് സൂപ്പർ മാർക്കറ്റാണ്. രണ്ടാമത്തെ ടൈപ്പ് വന്നേക്കുന്നത് മലപ്പള്ളിയിലെ ലീഡിങ് ബാങ്കായ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്. അടുത്തത് മലപ്പള്ളിയിലെ പ്രമുഖ വസ്ത്ര വ്യാപാരിയായ സിബിച്ച് നടത്തുന്ന SM ഫാഷൻ. അതുകൂടാതെ നമ്മുടെ സ്വന്തം ഉടമസ്ഥയിലുള്ള ഷോർമാൻ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം, കൂടാതെ ഫ്രണ്ട്സ് ഐ ഒപ്റ്റിക്കൽസ്, പിന്നെ നമ്മുടെ വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവരുടെ ടൈലറിംഗ് ഒരു ഷോപ്പുണ്ട്. അത് സീക്കോ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. നമ്മുടെ വിളക്കുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ഊട്ടുപാത്രങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് കാട്ടലെത്ത്. ഇതിൻ്റെ സ്ഥാപനം നമ്മുടെ ഈ മാർട്ടിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഈ ഒരു വ്യവസായമായിട്ട് വന്നത് 2018 നമ്മുടെ കമ്പനിയുടെ ഉത്ഭവം 2018 തന്നെയാണ്. ഷോർമാൻ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ ഈ കമ്പനിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ ഫിനാൻഷ്യൽ സർവീസസും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത്. ഒരാളുടെ ഇൻകം ജനറേഷൻ മുതൽ അയാളുടെ ടാക്സ് പ്ലാനിങ് വരെ നമുക്ക് ഇവിടെ സാധ്യമാകുന്ന സർവീസസ് പെടുന്നതാണ്. മെയിനായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയ സ്റ്റോക്ക് ബ്രോക്കിംഗ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട സർവീസസാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഷെയർഖാൻ ലിമിറ്റഡുമായിട്ടാണ് നമ്മുടെ പാർട്ണർഷിപ്പ് ഇൻ സ്റ്റോക്ക് ബ്രോക്കിംഗ്. പിന്നെ കോമൺ സർവീസ് സെൻറ്റർ, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസസും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കോമൺ സർവീസ് സെൻറ്റർ ആണ് നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്. ഒട്ടുമിക്ക പെൻഷൻ പദ്ധതികളും ഒരു കോമൺ മാനിന് വേണ്ടുന്ന എല്ലാ സർവീസസും ആ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമ്മളിവിടെ ചെയ്തു. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റാണ് GST സുവിധാ കേന്ദ്രം. ഷോർമാൻ്റെ ഉടമസ്ഥയിലുള്ള ഷോർമാൻ GST സുവിധാ കേന്ദ്രം. ഒരു സ്ഥാപനമായാലും ഒരു വ്യക്തിയായാലും അദ്ദേഹത്തിന് ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലിങ്ങും അതിൻ്റെ രജിസ്ട്രേഷനും എല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒരു മലപ്പള്ളിയിലുള്ള പ്രമുഖമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ഇവിടുന്ന് ക്ലയൻസാണ്. അവിടെ എല്ലാ വർക്ക്സും നമ്മൾ വിശ്വാസമായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും 4 ഡിപ്പാർട്ട്മെൻറ്റാണ് മെയിനായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് അക്ബർ ട്രാവൽസുമായിട്ട് ടൈപ്പിൽ നമ്മളൊരു ട്രാവൽ ഏജൻസിയും രൂപീകൃതമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സർവീസസും ഇൻക്ലൂഡിങ് എയർ ട്രാവൽ ടിക്കറ്റിംഗ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിസിറ്റ് വിസ, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻസ്, അങ്ങനെ തുടങ്ങിയ സർവീസുകളെല്ലാം ചെയ്യുന്നുണ്ട്. കൂടാതെ UAE നമുക്ക് അവിടുത്തെ ടൈപ്പിൽ നമുക്കൊരു വർക്കിംഗ് പാർട്ണറായിട്ട് നമ്മൾ റെൻ്റ് കാറും അവിടുത്തെ ഹോട്ടൽ ടൈപ്സിലുള്ള കാര്യങ്ങളും അവിടുത്തെ ഡെസേർട്ട് സഫാരിയെല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ബ്രോഡായിട്ടുള്ള സർവീസസ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഉള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് ടേം ഇൻഷുറൻസ് പ്ലാൻസ് ആണുള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്ക് നേടാവുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മാത്രമല്ല, അവർക്ക് ജീവിതത്തിന് വേണ്ടുന്ന പ്രൊട്ടക്ഷനും കൂടെ ഉള്ള രീതിയിലുള്ള ഒരു പാക്കേജാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർവീസുമായിട്ട് പലരും പല ഓഫീസുകളിൽ കയറുന്നു. അപ്പോൾ ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ തിരുവല്ലയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. കറണ്ട്ലി മല്ലപ്പള്ളി ആൻഡ് തിരുവല്ല ആയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. വരും കാലങ്ങളിൽ നമ്മൾ കൂടുതൽ ബ്രാഞ്ച് അലോക്കേറ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം ദീപാവലി ആയിട്ട് ബന്ധപ്പെട്ട മുഹൂർത്ത് ട്രേഡ് നടത്തി. അന്ന് ഞായറാഴ്ച വൈകിട്ട് 1 മണിക്കൂർ, അതായത് 6 മണി തൊട്ട് 7:15 വരെ ഉള്ള സമയങ്ങളിലായിരുന്നു മാർക്കറ്റിൻ്റെ ലഭ്യത ഇവിടെ ഓപ്പൺ ആക്കിയത്.
അന്ന് നമ്മൾ ഒരു 10 റെക്കമെൻഡേഷൻ ഷെയർ ഹാൻഡ് നമുക്ക് പുറപ്പെടുവിച്ചിരുന്നു. അതിനകത്തുള്ള ഇപ്പം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എവർ ഹൈ നിൽക്കുക. ഇത്രയും നാളിനുള്ളിൽ ആ മിക്ക സ്റ്റോക്കുകളും 50% മുകളിൽ തന്നെ അലോക്കേഷൻ അതിനകത്ത് റിട്ടേൺ കൊടുക്കാൻ ഇടയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു റിസർച്ച് ടീമാണ് ഇവിടെ ഷെയർ ഹാൻഡ് നമുക്ക് അതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ക്ലയൻസിനെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയൊക്കെ നമ്മൾ അതിനകത്ത് വിളിച്ചിരുന്നു. അവരെല്ലാം വന്നത് സംബന്ധിച്ചു. അതുകൂടാതെ ഒരു ഗാനമേളയും അന്ന് നമ്മൾ ഇതിനകത്ത് കൊണ്ട് നടത്തപ്പെട്ടു. നമുക്ക് ഈ പയ്യമ്പള്ളാർക്കേണ്ടി പുതുതായിട്ടുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തേക്കുന്നത് പാർക്കിംഗ് ഏരിയയാണ്. മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മല്ലപ്പള്ളി ഒരു വളർന്നു വരുന്ന ഒരു പട്ടണമാണ്. അവിടെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർ വെളിയിൽ നിന്ന് വന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അതിന് ഉള്ള ഇടം പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് ഉള്ളത് പ്രോപ്പറായിട്ട് വണ്ടി കൃത്യമായ മേഖലകളിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ലാത്തതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് നോർമൽ നമ്മുടെ ഈ ബിൽഡിങ്ങിനുള്ള ഓതറൈസ്ഡ് സ്റ്റാറ്റ്യൂട്ടറി പാർക്കിംഗ് ഏരിയ കഴിഞ്ഞുള്ള ഏരിയ നമുക്ക് ഇതൊരു പാർക്കിംഗ് മേഖലയാക്കിയാൽ പറ്റുമോ എന്നുള്ളൊരു സാധ്യത നമ്മളത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. നമ്മളവിടെ എല്ലാവരും വൃത്തിയാക്കി അതിനെ പൊതുജനങ്ങൾക്ക് ആവശ്യമായി അതിനെ ഒരു പബ്ലിക് പേ ആൻഡ് പാർക്ക് സിസ്റ്റത്തിലേക്ക് തന്നെ നമ്മളത് കൊണ്ടുവന്നു. അവിടെ അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു വാലറ്റ് പാർക്കിംഗ് സിസ്റ്റം അവിടെ ഉണ്ടാകും. ഒരാൾക്ക് ഒരു മാസം വണ്ടി പല പല സമയങ്ങളിലുണ്ടെങ്കിൽ മന്ത്ലി പാസ് കൊടുത്ത് അവിടെ അവർക്ക് ഒരു മാസം അവർക്ക് വണ്ടി അവിടെ കീപ്പ് ചെയ്യാം. അതുകൂടാതെ ഒരു സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വ്യക്തികൾക്ക് അവർക്ക് അവിടെ പാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് SM ഫാഷനിലേക്കൊക്കെ ആണെങ്കിൽ അവർ പർച്ചേസ് ചെയ്യും വരുവാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് തന്നെ ക്യാഷ് റീഇംബേഴ്സ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതായത് പൊതുജനങ്ങളുടെ നിന്ന് അതിനൊന്നും ഫീസ് ഈടാക്കുന്നില്ല. വണ്ടി ഇവിടെ സൂക്ഷിച്ച് അവർക്ക് ഇവിടെ നമ്മുടെ ക്യാമ്പസിന് വെളിയിൽ പോകുന്നതിനാണ് നമ്മൾ മെയിനായിട്ട് അവിടെ ഫീസ് ചുമത്തുന്നത്. സെക്യൂരിറ്റി ഗാർഡ്സ് പറയുന്ന പ്രിസ്ക്രൈബ് ഏരിയസിൽ അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും. പിന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ സവിശേഷത ഈ ഫുൾ ക്യാമ്പസ് ഫുൾ CCTV സർവൈലൻസിനാണ്. അപ്പോൾ നമ്മുടെ നിരീക്ഷണത്തിലല്ലാതെ വേറെ ഒരു വണ്ടി ഇവിടെ വന്നു പോകുന്നില്ല. അതുകൊണ്ട് വണ്ടിയുടെ ഒരു ഉത്തരവാദിത്വം സർവൈലൻസ് മുഖേന നമുക്കിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. ഇത്രയാണ് ആ പാർക്കിംഗ് ഏരിയയെ പറ്റി പറയാൻ പറ്റുന്നത്. ഏകദേശം ഒരു 200 വണ്ടികളോളം നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ പാർക്ക് ചെയ്യാം. അപ്പോൾ അതോടുകൂടി മല്ലപ്പള്ളി ഒരു ഗതാഗത പ്രശ്നത്തിന് ഇതൊരു പരിഹാരമാവാം ഒരു ഇടയാവുന്ന ഒരു കാര്യമാണ്. ഈ വർഷങ്ങൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എത്തിപ്പെടാൻ പറ്റാത്ത മേഖലയിൽ വരും വർഷങ്ങൾക്ക് നമുക്ക് എത്തിപ്പെടാനും സന്തോഷങ്ങൾ ഉണ്ടാകാനും ആരോഗ്യപരമായിരിക്കാനും വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാ പ്രിയ നിക്ഷേപകർക്കും ഷുവർമാൻ ഫിനാൻഷ്യൽ സർവീസസിൻ്റെയും ഷെയർഖാൻ ബൈ BNP പാരിബാസിൻ്റെയും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണ്ണമായ പുതുവത്സരം നേരുന്നു. വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷപൂർണ്ണമായ ഒരു പുതുവർഷ ആശംസകൾ നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു യു ഓൾ. താങ്ക് യു.